വെള്ളപ്പൊക്കം മൂലം പമ്പയിലും പരിസരങ്ങളിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇന്ന് അവലോകന യോഗം. രാവിലെ 11-ന് പമ്പയിൽ ചേരുന്ന യോഗത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കും. പമ്പയിൽ മാത്രം 100 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് ദേവസ്വം ബോർഡിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയ നാശനഷ്ടമാണ് പമ്പയിൽ ഇപ്പോൾ പ്രളയത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഏകദേശമുള്ള എല്ലാ ഭാഗങ്ങളും, അതായത് പമ്പയിൽ നിന്ന് ശബരിമല ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറുന്ന 2 പാലങ്ങളും തകർന്ന സ്ഥിതിയാണ്. ത്രിവേണിയിൽ നിന്നൊരു പാലം ഉണ്ടായിരുന്നു, അതിനുശേഷം ഇതിന് തൊട്ടടുത്തൊരു പാലം ഉണ്ടായിരുന്നു. ഈ 2 പാലങ്ങളും തകർന്നു. ഈ പ്രദേശത്ത് കൂടിയുള്ള നടപ്പന്തലുകൾ, മറ്റ് കെട്ടിടങ്ങൾ ഇവയെല്ലാം പ്രളയത്തിൽ തകർന്ന സ്ഥിതിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കെട്ടിടങ്ങളുടെ മറുവശത്തു കൂടിയും ഇപ്പോൾ പമ്പയാർ ഒഴുകുന്നുണ്ട്. ഇത്തരത്തിൽ പമ്പയാർ ഗതിമാറി ഒഴുകുകയാണ്. പൂർണ്ണമായി, അതായത് മുൻകാലങ്ങളിൽ തീർത്ഥാടകർ സഞ്ചരിക്കുകയും വിശ്രമിക്കുകയും ചെയ്തിരുന്ന കെട്ടിടങ്ങളാണ് ഇവയെല്ലാം. ഇതും പൂർണ്ണമായി ഇപ്പോൾ പ്രളയത്തിന് നടുവിലായി കഴിഞ്ഞിരിക്കുന്നു. പമ്പയാർ ഇതിന് ചുറ്റിലുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടങ്ങൾ ഏത് സമയത്ത് വേണമോ നിലംപൊത്താവുന്ന സാഹചര്യവുമാണുള്ളത്. കാരണം ഇതിന്റെ അടിസ്ഥാനം അടക്കം പൂർണ്ണമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളത്തിനടിയിൽ തന്നെയാണ്. പാലങ്ങളെല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇനി 3 മാസത്തിനകം അടുത്തൊരു ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഇവയെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ കാണുന്ന ഒരു ദൃശ്യങ്ങൾ ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗം ഇതേ രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. വെള്ളമൊഴുകി ഉണ്ടായ നാശനഷ്ടത്തിന് പുറമെ കരഭാഗത്ത്, പമ്പ കയറുന്ന ഭാഗത്ത് റോഡുകളിൽ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു, മണ്ണിടിച്ചിലുണ്ടായിരുന്നു. റോഡുകളെല്ലാം ഏകദേശം ഈ പ്രദേശത്തേക്ക് എത്തുന്ന, പമ്പയിലേക്ക് എത്തുന്ന പ്രധാന റോഡുകൾ ഇപ്പോഴും വാഹനങ്ങൾ കയറ്റിവിടുന്നില്ല. മറ്റു വഴികളിലൂടെയാണ് കയറ്റിവിടുന്നത്. 3 മാസത്തിനകം ഇത് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ഭക്തജനങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി തന്നെ മാറും. അപ്രതീക്ഷിതമായി പ്രളയം അത് എങ്ങനെ നേരിടാൻ എന്നുള്ള ചർച്ചയാകും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാവുക. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു നഷ്ടം എങ്ങനെ നികത്തും എന്നതിലുപരി 3 മാസത്തിനകം ഇതെങ്ങനെ പൂർവ്വസ്ഥിതിയിലാക്കും എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇപ്പോഴും പമ്പയിലെ ഒഴുക്കിന് ഒരു കുറവുമില്ല. ഒഴുക്ക് ഏകദേശം വെള്ളം കുറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ്. നിലവിൽ എന്തായാലും ഒഴുക്ക് വലിയ ശക്തമായി ഉണ്ട്. നമുക്ക് കാണാവുന്ന ഈ പ്രധാന കെട്ടിടങ്ങൾ, പമ്പയിൽ ഉണ്ടാവുന്ന പ്രധാന കെട്ടിടങ്ങളെല്ലാം ഏകദേശം പൊളിഞ്ഞ ഒരു സാഹചര്യത്തിലുമാണ്. പമ്പയിൽ നിന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ 2 പാലങ്ങളും തകർന്ന സാഹചര്യത്തിലാണ് ഗണപതി ക്ഷേത്രവുമായി പമ്പയുമായുള്ള ഒരു ബന്ധം പൂർണ്ണമായി ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ശബരിമല തുറന്നിട്ടുണ്ട്. ഇതുവഴി പോയിട്ടില്ല, ഭക്തജനങ്ങൾ ഇതുവഴി കയറ്റിവിടുന്നുമില്ല. എരുമേലി വഴിയാണ് തന്ത്രി അടക്കമുള്ളവർ ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. നാളെയും വരും ദിവസങ്ങളിലും ഓണത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ശബരിമല തുറന്നിട്ടുള്ളത്. അതേസമയം നമുക്ക് കാണാവുന്ന ആ കെട്ടിടത്തിൽ ഏകദേശം 10ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. ഇത്തരത്തിലാണ് സാഹചര്യങ്ങൾ. എന്തായാലും വലിയൊരു നാശനഷ്ടം തന്നെയാണ് ദേവസ്വം ബോർഡിനും ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരിക്കും ദേവസ്വം ബോർഡിനും സർക്കാരിനും.